السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും നേടി ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയാൻ സാധിക്കുന്ന തഖ്വയുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു വെറുക്കുന്ന ദുസ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിരവധി ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ആഴ്ചകളിലെല്ലാം യാത്ര പോയി. അവർക്ക് അല്ലാഹു ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലസ്തീൻ്റെ മക്കൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം, മനുഷ്യരെ സംബന്ധിച്ചോളം, സലാസുൻ മുഹ്ലിക്കാത്ത്, 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടായാൽ 2 ലോകവും നഷ്ടപ്പെടും. ഇഹലോകവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. ആ 3 കാര്യങ്ങളിൽ ഒന്ന് റസൂലുള്ളാഹി എണ്ണി, ഷുഹുൻ മുത്താൽ, ജീവിതത്തെ ഗ്രസിച്ചു കളയുന്ന തരത്തിലുള്ള പിശുക്ക്, ഒന്നാമത്തെ നാശം. രണ്ടാമത്തെ നാശം ദേഹേച്ഛ, ഹവ, സ്വന്തം ഇഷ്ടത്തെ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ടുവന്ന് നശിച്ചു പോവുക. അത് 2 ലോകവും നഷ്ടപ്പെടുത്തും. മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇജാബുൻ നഫ്സ്, എനിക്ക് തരക്കേടില്ല എന്ന് തോന്നുക, അത് 2 ലോകവും നഷ്ടപ്പെടുത്തും. ഞാൻ തരക്കേടില്ല എന്ന് എനിക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ മുതൽ എൻ്റെ 2 ലോകവും നഷ്ടപ്പെടും. ഏറ്റവും പ്രധാനമായി അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള രോഗം മനുഷ്യനിലുണ്ടാകുന്നതിൽ അസൂയൻ. പണ്ഡിതന്മാർ മനസ്സിലുണ്ടാകുന്ന അമ്രാലുൻ നുഫൂസ്, നഫ്സിൻ്റെ മനസ്സിലുണ്ടാകുന്ന രോഗങ്ങളെ നിരവധി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പക, വിദ്വേഷം, അസൂയ, വൈരാഗ്യം തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ പിശുക്ക് മഹാരോഗമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അദീബുള്ള,
ഞാൻ അള്ളാഹുവിൽ നിന്ന് സംസ്കാരം പഠിച്ച വ്യക്തിയാണ്. ആര്? റസൂലുള്ള. ഞാൻ അള്ളാഹുവിൽ നിന്ന് സംസ്കാരം പഠിച്ച ആളാണ്. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ നേരത്തെ യാത്രയായി. അതുകൊണ്ട് സംസ്കാരം പഠിപ്പിക്കാൻ ആരില്ല, ഉമ്മയുപ്പിയില്ല. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? നേരിട്ട് മുഹമ്മദ് നബിക്ക് എന്ത് ചെയ്തു? സംസ്കാരം പഠിപ്പിക്കും. അതാണ് അന അദീബുള്ള അമറനി ബി സഹാ. അള്ളാഹു എന്നോട് ധർമ്മിഷ്ഠനാകാൻ കൽപ്പിച്ചു. വൽ ബിർ, സമൂഹത്തിൽ പുണ്യം ചെയ്യുന്നവനാകാനും പുണ്യം ചെയ്യാനും ധർമ്മിഷ്ഠനാകാനും അള്ളാഹു എന്നോട് കൽപ്പിച്ചു. വ നഹാനി, ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു എന്നോട് നിരോധിച്ചു അനിൽ ബുഖൽ, പിശുക്ക്. വൽ ജഫാ, പിണക്കം. ഇത് പരസ്പരമുള്ള പിണക്കം. അതും വിശ്വാസികൾ തമ്മിലാവാം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാവാം, മക്കളും മാതാപിതാക്കളുമാവാം. ആ പിണക്കം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട്. സംസ്കാരശൂന്യത. സംസ്കാരശൂന്യന്മാർക്ക് മാത്രമേ അത്തരം ദുസ്വഭാവങ്ങൾ ഉണ്ടാവുള്ളൂ. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഒമാ ഷെയ്ഉൻ അബ്ഗള ഇലല്ലാഹി മിനൽ ബുഖൽ. ഈ പറഞ്ഞ രോഗങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യം പിശുക്കാണ്. മനുഷ്യന്മാർ ആവശ്യമായ സന്ദർഭങ്ങളിൽ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കും. ആർക്കും കൊടുക്കൂല, സ്വയം ജീവിക്കൂല. അവസാനം തൻ്റെ അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് യാത്രയാവും. അല്ലേ? അപ്പോൾ അബ്ഗളു ഇലല്ലാഹി മിനൽ ബുഖൽ, അള്ളാഹ്ക്ക് ഏറ്റവും കോപം പിശുക്കാണ്. വ സൂഉൽ ഖുൽഖ്, ദുസ്വഭാവവും അതോടൊപ്പം പിശുക്കും അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പാണ്. അതിന് കാരണം പറഞ്ഞറിയാം, വഇന്നഹു ലയുഫ്സിദുൽ അമൽ, അത് നിങ്ങളുടെ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയും. ഇത് പിശുക്കും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ജഫാ, പിണക്കം, ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മളുടെ നന്മയാർന്ന പ്രവർത്തനങ്ങളെ നശിപ്പിച്ചു കളയും. അതിന് എങ്ങനെ റസൂൽ ഉദാഹരണം പറഞ്ഞു, അതെങ്ങനെ നശിപ്പിക്കുകയാണ്. കമാ യുഫ്സിദു തീനു അൽ അസല, മണ്ണ് എപ്രകാരമാണോ തേനെ നശിപ്പിക്കുന്നത് അതുപോലെ. നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും തേനാണ്, നല്ല മധുരമുള്ളതാണ്. പക്ഷെ അതിന് നശിപ്പിക്കുന്ന ആരാ? അത് മണ്ണിൽ വീണാൽ പിന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല. തേന് മണ്ണിൽ പോയാൽ ശുദ്ധീകരിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ പരിശോധിച്ച് നോക്കേണ്ടി. അതുപോലെയാണ് എന്ത്? പിശുക്കും പിണക്കവും. പരസ്പരം ആളുകൾ പിണങ്ങും. അല്ലേ? ചിലരൊക്കെ പിണക്കത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തും. മയ്യത്തിൻ്റെ മുഖം പോലും കാണണ്ടെന്ന് വരെ പറഞ്ഞാളും പിണക്കത്തിൻ്റെ ഊക്കുണ്ട്. അല്ലേ? അങ്ങനെ സംസാരിക്കണല്ലേ? അപ്പം അവരൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കോപത്തിന് വിധേയമായവരാണ്. അത് ഓൽക്കുള്ള രോഗം അതാണ്, അള്ളാഹ്ക്കുള്ള വെറുപ്പുള്ള. അപ്പോൾ ആദ്യം നമ്മളോട് പഠിപ്പിച്ച എന്താ പറഞ്ഞത്? നബിയോട് കൽപ്പിച്ച എന്താ? അമറനി ബി സഹാ, എന്നോട് അള്ളാഹു കൽപ്പിച്ചത് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു മസ്ഊദ് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധർമ്മം നൽകുന്ന ആൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ. എന്നിട്ട് റസൂൽ ചോദിക്കുക, അയ്യുദായിൻ അദ്വാ മിനൽ ബുഖൽ, പിശുക്കിനേക്കാൾ മാരകമായ രോഗം മറ്റെന്തുണ്ട്? മനുഷ്യനെ ബാധിക്കുന്ന മാരകമായ രോഗമാണ് പിശുക്ക്. വളരെ അനിവാര്യമായ ഘട്ടത്തിൽ പോലും സ്വന്തം ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് പോലും ചെലവിന് പോലും കൊടുക്കാതെ, എന്നാലോ അത്തരക്കാരെങ്ങനെയുള്ള ദുർവ്യയം ചെയ്യും, നല്ലോണം ദുർവ്യയം ചെയ്യും. ആവശ്യമില്ലാത്തതിന്, ആവശ്യമുള്ളതിന് പറഞ്ഞാൽ ചിലവാക്കൂല, ആവശ്യമില്ലാത്തതിനോ കണ്ടമാനം. അല്ലേ? ഇപ്പോൾ ഇന്ത്യങ്ങളെയൊക്കെ വീട്ടിലൊക്കെ ഒന്ന് പരിശോധിച്ചാൽ കാണാം, ധർമ്മമൊന്നും കൊടുക്കൂല. പക്ഷേ നമ്മളെ വീട്ടിലുള്ള ഫർണിച്ചറുകൾ നോക്കേണ്ടി, നമ്മളെ വീട്ടിലെ ഡ്രസ്സൊന്ന് പരിശോധിച്ച് നോക്കേണ്ടി, നമ്മളെ വീട്ടിലെ ചെരുപ്പൊന്ന് പരിശോധിച്ച് നോക്കേണ്ടി, നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണട ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടി. ഒക്കെ വില കൂടിയതും അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്തതും ഒരുപാട്. ഇല്ലേ? പക്ഷെ ഒരാൾക്കൊന്നും കൊടുക്കൂല, അറു പിശുക്കനാണ്. അത്തരം ആളുകളെക്കാൾ വലിയ രോഗമുള്ള ആൾക്കാർ വേറില്ല എന്ന് പറഞ്ഞിട്ട് റസൂൽ പറയാം, ലാ യദ്ഖുലുൽ ജന്നത്ത, രണ്ട് ദുസ്വഭാവമുള്ള ആളുകൾ സ്വർഗ്ഗത്തിൽ ഉണ്ടാവില്ല. ഒരു സ്വർഗ്ഗത്തിൽ കയറൂല. രണ്ട് ദുസ്വഭാവങ്ങൾ, മൂന്ന് കൂട്ടർ സ്വർഗ്ഗത്തിൽ ഉണ്ടാവില്ല. ആരൊക്കെ? റസൂൽ എണ്ണാണ്. ലാ യദ്ഖുലുൽ ജന്നത്ത ഹിബ്ബുൻ, ചതിയന്മാർ സ്വർഗ്ഗത്തിൽ ഉണ്ടാവില്ല. ഭൂമിയിൽ ആളുകളെ വഞ്ചിക്കണമല്ലേ? മൻ ഗൊഷ ഫലൈസ മിന്നീന, വഞ്ചിക്കുന്നവൻ എൻ്റെ മുസ്ലിമേ അല്ലാണ്. എന്നല്ല സ്വർഗ്ഗത്തിൽ കയറല്. നമ്മൾ പല കച്ചവടത്തിലും പല വഞ്ചനയും നടത്തും. അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് പറയും? കച്ചവടമാണത്, അത് സ്വാഭാവികമായും അതിന് ചില
വ്യവസ്ഥകളുണ്ട്, അത് ഇങ്ങനെയൊക്കെ കഴിയുള്ളൂ എന്നൊക്കെ പറയല്ലേ. അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞതോ വൈലുൻ ലിൽ മുത്തഫിഫീൻ, വഞ്ചന നടത്തിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ, ആളുകളുടെ മുതലുകൾ സ്വന്തമായി വഞ്ചിച്ചെടുക്കുന്നവർ നരകത്തിലാണ്. വൈല് പറഞ്ഞാൽ വാദി ജഹന്നം, നരകത്തിൻ്റെ താഴ്വരയാണ്. ഒരു താഴ്വര തന്നെ അത്തരക്കാർക്ക് അള്ളാഹു എഴുതി കൊടുക്കും. ഏത് അളവും തൂക്കവും ഓർക്കുന്നവർ, അവർക്ക് അള്ളാഹു നരകത്തിൻ്റെ താഴ്വരയാണ്. നമ്മൾ പറയുന്നു ബിസിനസ് ട്രിക്കാണ്. ബിസിനസ്സിന് ചില ഹിക്മത്തുണ്ട്, അതിൻ്റെ ഭാഗമാണെന്ത് ഇതൊക്കെ. ചില ആളുകളുടെ തുലാസ് വരെ രണ്ടെണ്ണം. ഒരു തുലാസ് മൂപ്പർക്ക് വാങ്ങാൻ, ഒരു തുലാസ് മൂപ്പർക്ക് നാട്ടുകാർക്ക് അളന്നു കൊടുക്കാൻ, തൂക്കി കൊടുക്കാൻ, അല്ലേ? അതും അല്ല പറഞ്ഞിട്ടുണ്ട്, അല്ലദീന ഇദക്താലു, അവർ ജനങ്ങൾക്ക് അളന്നു കൊടുത്താൽ, ഔ വസനൂഹും അല്ലെങ്കിൽ തൂക്കി കൊടുത്താൽ യുഹ്സിറുൻ, കുറച്ചാളും. അങ്ങനത്തെ ആൾക്കാരൻ. അപ്പം വഞ്ചിക്കുന്നവൻ എന്താവില്ല, സ്വർഗത്തിലുണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ആളോ ലാ യദ്ഖുലുൽ ജന്നത്ത ഹിബ്ബുൻ വലാ ബഖീൽ, പിശുക്കനും സ്വർഗത്തിലുണ്ടാവില്ല. വലാ മന്നാൻ, മന്നാനും ഉണ്ടാവില്ല. മന്നാൻ എന്ന് പറഞ്ഞാരാ? നമ്മൾ ആർക്കെങ്കിലും സദക്ക കൊടുത്തിട്ട് ആ കൊടുത്ത സദക്ക വിളിച്ച് പറയാം, ഞാൻ എനിക്ക് തന്നില്ലേ, അത് പറഞ്ഞവൻ്റെ സദക്കൻ്റെ നല്ല കബൂലാക്കുമല്ലോ എന്ന് മാത്രമല്ല, അവനെ സ്വർഗത്തിന് കേട്ടില്ല. ഇപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം സൂറത്ത് നൂറിൽ വിശദീകരിക്കുന്നുണ്ട്, അല്ലേ? ആയിഷ ബീവിയെ സംബന്ധിച്ച് ഒരു ആരോപണം നടത്തിയത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ധർമ്മം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് അതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, എന്ത്, ഇനി ഞാൻ അയാൾക്ക് സദക്ക കൊടുക്കൂല, തീർത്തു പറഞ്ഞു. പക്ഷെ അള്ളാഹ് തിരുത്തി സൂറത്ത് നൂറിൽ. അങ്ങനെ കൊടുക്കൂല എന്ന് പറയാൻ അബൂബക്കറിന് അധികാരമില്ല. നമ്മളൊന്നും തെറ്റ് ചെയ്യുമ്പോൾ ആര് തിരുത്താനാ, അല്ലേ? അപ്പം നമ്മൾ പലപ്പോഴും നമ്മളെപ്പറ്റി ആരെങ്കിലും, നമ്മൾ സദക്ക കൊടുക്കുന്ന ഒരാൾ നമ്മളെപ്പറ്റി മോശമായ അഭിപ്രായം പറഞ്ഞാൽ ഉടനെ നമ്മൾ നിർത്തൂലേ? അപ്പം അള്ളാഹു ചോദിക്കുന്ന എന്താ, നിനക്ക് മാപ്പ് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ, എങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുക്കണം. അതാ ഇസ്ലാമിൻ്റെ സന്ദേശം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിലുണ്ടാവില്ല. ഇനിയോ റസൂലുള്ള പറയുന്നു, ഹസ്ലത്താനി, രണ്ട് കാര്യങ്ങൾ, ലാ യജ്തമിയാനി ഫി മുഅ്മിൻ, വിശ്വാസിയിൽ ഒരുമിച്ച് ചേരൂല. ഈമാനും രണ്ട് കാര്യവും ഒരുമിക്കൂല. അതാ ഒന്നാൽ ബുഹൽ, പിശുക്കുള്ള ആൾക്ക് ഈമാൻ ഉണ്ടാവില്ല. പിശുക്കുള്ള ആൾക്ക് ഈമാൻ ഉണ്ടാവില്ല. പിന്നെ വസൂഉൽ ഖുൽഖ്, ദുസ്വഭാവവും അതോടൊപ്പം പിശുക്കും, ഇത് രണ്ടും കൂടി ഈമാനോട് യോജിക്കൂല. മൂമിൻ്റെ കൂടെ ഉണ്ടാവില്ല. മൂമിൻ അങ്ങനത്തെ ആളല്ല. എന്നാലോ മൂമിൻ എങ്ങനെയുള്ള ആളാ? വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു, ദുർവ്യയം ചെയ്യൂല, വലം യക്തുറു, പിശുക്കനും ആവില്ല, വക്കാന ബൈന ദാലിക ഖവാമ, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മധ്യമ നിലവാരം സ്വീകരിക്കുന്നതാണ് ആര്? മൂമിൻ. ദുർവ്യയം ചെയ്യൂല. എന്താ? ഇന്നൽ മുബദിരിന കാനു ഇഖ്വാന ശയാത്തിൻ, ദുർവ്യയം ചെയ്യുന്നവർ പിശാചിൻ്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട രണ്ട് സ്വഭാവം റസൂലുള്ള വിശദീകരിക്കുകയാണ്. ഇത്തഖുൽ ളുൽമ, അക്രമം സൂക്ഷിക്കണം. ആരെയും ആക്രമിക്കരുത്, വേദനിപ്പിക്കരുത്. അതാരെയും, സ്വന്തത്തിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും മാതാപിതാക്കളായാലും ജ്യേഷ്ഠാഞ്ചന്മാരായാലും പെങ്ങന്മാരായിരുന്നാലും ആങ്ങളായിരുന്നാലും ആരെയും വേദനിപ്പിക്കരുത്, ദ്രോഹിക്കരുത്. ഇത്തഖുൽ ളുൽമ ഫൈന്നഹു ളുലുമാത്തുൻ യൗമൽ ഖിയാമ, ഇവിടെ നിങ്ങൾ ആരാക്രമിച്ചാലും നാളെ പരലോകത്ത് നിങ്ങൾ കൂരിയിട്ടിലായിരിക്കും. എന്താണ്? ഒരാളെ ആക്രമിച്ചു, വേദനിപ്പിച്ചു, ഏതെങ്കിലും നിരക്ക്, വഴി ഞാൻ പറയുന്നില്ല, വേദനിപ്പിക്കുന്ന നമ്മയൊക്കെ അറിയാം. ചിലപ്പം നമ്മൾ ഒരാളെ കണ്ടിട്ട് മുഖം കൊടുക്കാണ്ട് പോയാൽ ദ്രോഹ ഒല്ലുൽമ, നാളെ പരലോകത്ത് ഇരുട്ടിലാവും. അങ്ങനെ മനസ്സിലായോ? ഫൈന്നഹു ളുലുമാത്തുൻ യൗമൽ ഖിയാമ. അതുപോലെ രണ്ടാമത്തെ കാര്യം റസൂലുള്ള പറഞ്ഞു, വത്തഖുശുഹ്, പിശുക്കിനെ സൂക്ഷിക്കണം. ഫൈന്ന ശുഹ, തീർച്ചയായും പിശുക്കാണ് അഹ്ലകമൻകാന കബലക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമൂഹത്തെ നശിപ്പിച്ചത്. ധനത്തോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി മനുഷ്യന്മാർക്ക് വന്നാൽ, എന്നാലോ ഇതിവന് ഉപയോഗിക്കാൻ കഴിയോ? സമ്പത്തില്ല. നമ്മളിപ്പോൾ മരിച്ചു പോണ പോലെ കാണുന്നുണ്ട്, അല്ലേ? എങ്ങനെയാ പോണത്? ഉണ്ടാക്കിയ മുതലെല്ലാം ഇവിടെ വിട്ടേച്ച് പോവുക, അല്ലാണ്ട് അവൻ ഉപയോഗിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ പറഞ്ഞാൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് വേണ്ടാത്ത ആവശ്യങ്ങൾക്കോ ഒരുപാട് ചെലവാക്കും, അല്ലേ? നല്ല കാര്യങ്ങൾക്ക് ധനം ചെലവഴിക്കണം, അപ്പോഴേ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ കഴിയും. മറ്റേ അള്ളാഹ്ക്ക് വെറുപ്പാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് വത്തക്കു ശുഹ, പിശുക്കിനെ സൂക്ഷിക്കണം. ഫൈന ശുഹ അഹ്ലക മൻകാന ഖബലക്കും, മുമ്പുള്ളവരൊക്കെ നശിപ്പിച്ചത് അതുകൊണ്ടാണ്. ഹമലഹും അലാൻ സഫഖു ദിമാഹു എന്ന് മാത്രമല്ല, പിശുക്കുള്ള ആളുകൾ രക്തച്ചൊരിച്ചിലുകൾക്ക് പ്രേരണ നൽകും. രക്തച്ചൊരിച്ചിലുണ്ടാക്കും പിശുക്കുള്ളവർ. മറ്റവർക്ക് വിട്ടുവീഴ്ച ഉണ്ടാവും. ഇപ്പൊ കുടുംബത്തിലൊരു സ്വത്ത് ഓരി വെച്ച് നിൽക്കുക, ആ സ്വത്ത് ഓരി വെച്ചാൽ അതിലൊരു പിശുക്കുണ്ട് നിൽക്കുക, ആ പിശുക്കൻ ഒരിക്കലും വിട്ടുവീഴ്ചക്ക് തയ്യാറാവില്ല. ഓൻ ആ കുടുംബത്തിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന പറഞ്ഞു, എന്നാലും ഓൻ്റെ പിശുക്ക് മാറൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം റസൂൽ പറയാണ് വസ്തഹല്ലു മഹാരിമവും, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ പിശുക്കനാണോ ഓൻ ഹലാലാക്കും. അങ്ങനെ ഓനക്ക് പിന്നെ എന്തുണ്ടാവില്ല, എന്ത് തെറ്റിനോ ഹലാലാക്കും. കള്ളുടിക്കുന്നത് ഹലാലാവും, വ്യഭിചരിക്കുന്നത് ഹലാലാവും. ഹറാമ് പിശുക്കുള്ള ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് എങ്ങനെയാലും പൈസ ഉണ്ടാക്കിയാൽ മതി. അത് വ്യഭിചരിച്ചാൽ വേണ്ടില്ല, എങ്ങനെ ഉപയോഗിച്ചാലും വേണ്ട, വ്യഭിചാരശാല നടത്തിയാലും വേണ്ട, ഇനി കള്ളുഷാപ്പ് നടത്തിയാലും വേണ്ട, എന്ത് വേണി നടത്താൻ തയ്യാറാണ്. കാരണം എന്താ, വസ്തഹല്ലു മഹാരിമവും, പിശുക്കൻ അള്ളാഹു ഹറാമാക്കിയ എല്ലാം ഹലാലാക്കും. അപ്പോൾ ഇത്തരം ഒരുപാട് ദൂഷ്യങ്ങളുള്ള ആളാണത് പിശുക്കൻ. അള്ള ചോദിക്കുകയാണ്, പിശുക്കന്മാരെ പറ്റി അള്ള പറഞ്ഞൊരു ഇത് നമുക്കറിയാം ഖുർആനിൽ. അല്ലദീ ജമാ മാലൻ, ആ പിശുക്കൻ എപ്പോഴും അള്ളാഹു അവന് കൊടുത്ത പൈസ അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും. ജമാ മാലൻ, അത് ശേഖരിക്കുകയും അദ്ദത അത് എണ്ണും, ഇടയ്ക്കിടയ്ക്ക് എണ്ണി വെക്കും. നിങ്ങൾ നോക്കേണ്ടി, അലമാരിൽ വെക്കും, ഇന്ന് വെച്ചാൽ അന്ന് എണ്ണിയാ വെക്കുക. ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒരു 3 വട്ടം എണ്ണി ഉണ്ടാവും. അതല്ല പറയാം, പിശുക്കനൊക്കെ അങ്ങനെ തരാറുണ്ട്. പൈസ അങ്ങനെ എണ്ണും. എന്നിട്ടോ എണ്ണി നോക്കുമ്പോഴൊക്കെ നമ്മളെവിടെ പൈസ വെക്കേണ്ടത്, നമ്മളെ കൽബിൽ വെക്കാൻ പാടില്ല. വിശ്വാസിൻ്റെ കൽബിൽ പൈസ ഇല്ല. നിങ്ങൾക്ക് അലമാരിൽ വെക്കാം, ലോക്കറിൽ വെക്കാം, ബാങ്കിൽ വെക്കാം, പക്ഷെ നിങ്ങളെ മനസ്സിലുണ്ടാകാൻ പാടില്ല. പൈസൻ്റെ എണ്ണ അതിങ്ങനെ എണ്ണി കണക്കാക്കുക. എന്നിട്ട് അള്ള പറയാ യഹ്സബു, അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഖ്ലദ, അവൻ്റെ ധനം കോടാനുകോടി ഉറുപ്പ്യുള്ള ഞാൻ ഒരിക്കലും മരിക്കൂല, ഞാൻ ഇവിടെ ഉണ്ടാവുന്നു. എന്ത് രോഗം വന്നാലും ചികിത്സിക്കാൻ എൻ്റെ പൈസ ഉണ്ട്, അത്രമാത്രം കോടാനുകോടി എൻ്റെ കയ്യിലുണ്ട്. അതിങ്ങനെ എണ്ണി നോക്കുക, അത് എണ്ണി കണക്കാക്കും, ഇടയ്ക്കിടയ്ക്ക് ശേഖരിക്കും, ഇടയ്ക്കിടയ്ക്ക് അത് എണ്ണി കണക്കാക്കും. യഹ്സബു, അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഖ്ലദ, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാതെ വെച്ചുണ്ടാക്കിയ ധനം എന്താവും, അതവിടെ എറിയപ്പെടും. അള്ള പറയാ ലയുൻ ബദന്ന ഫിൽ ഹുത്തമ, അത് അള്ളാഹു ഹുത്തമ എന്ന് പറയുന്ന നരകത്തിൽ എറിയപ്പെടും. അതിലേക്കുള്ളത് ആ പൈസ. നമ്മൾ ഉണ്ടാക്കിയ പൈസ ഇല്ലേ, നമ്മളെ മയ്യത്ത് പരലോകത്തെത്തുമ്പോൾ നമ്മൾ ആ പൈസ അള്ളാഹു ഹുത്തമയിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് അള്ള ചോദിച്ചു, അല്ലോ ഒമാ അദറാക മൽ ഹുത്തമ, എന്താണ് ഹുത്തമ എന്നറിയോ? അത് നാറുല്ലാഹിൽ മൂക്കറാർ, അള്ളാഹുവിൻ്റെ കത്തിജ്വലിക്കുന്ന നരകമാണ്, അതിലേക്ക് വലിച്ചെറിയുക. അപ്പോൾ ഉപയോഗിക്കാത്ത പൈസ, ധനം നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത പൈസ അള്ളാഹു കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയും. ലയുൻ ബദന്ന ഫിൽ ഹുത്തമാണ്. അപ്പം ഹുത്തമയിൽ എറിയപ്പെടാനുള്ള. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള പിശുക്ക് അത് അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള കാര്യമാണെന്ന് ബോധ്യപ്പെടുക. എന്നാലോ ഇങ്ങനെ ബോധ്യപ്പെടാത്ത ആളുകളോട് അല്ല പറയാം. സൂറത്ത് ആൽ ഇംറാനിൽ അല്ല പറഞ്ഞു, അതാണ് ഞാൻ മുഖവരിയിൽ ഓതി കേൾപ്പിച്ച ആയത്ത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂൻ, പിശുക്ക് കാണിക്കുന്നവർ വിചാരിക്കണ്ട, ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കേണ്ട എന്ത്, ഹുവ ഖൈറുൽ ലഹും, അതവർക്ക് ഗുണകരമാണ്. അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. അതവർക്ക് ബൽ ഹുവ ഷർറുൽ ലഹും, അതവർക്ക് അപകടമാണ്. ഇത് പിശുക്ക് വിചാരിക്കേണ്ട. ഇപ്പോൾ നമുക്കറിയാം, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മദീനാവിൽ ട്രാൻസ്പോർട്ടിങ് നടക്കാത്തത് കൊണ്ട് ആളുകൾക്ക് ഭക്ഷ്യധാന്യം ലഭ്യമല്ലാത്തൊരു സമയത്ത് വളരെ പ്രയാസം പിടിച്ച ഒരു മണി ഭക്ഷണമില്ല. ആ സമയത്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ ഒരു കച്ചവട സംഘം മദീനയിലേക്ക് വരുന്നത്. അത് ദൂരത്ത് തന്നെ വരുന്നത് കണ്ടപ്പം, സാധാരണ കച്ചവട സംഘം മദീനയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര മുട്ടും പുളിയൊക്കെ ഉണ്ടാവും, കാരണം ഇത് അറിയിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ. അപ്പം അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കച്ചവട സംഘം വന്നപ്പോൾ ആളുകളെല്ലാം ഒത്തുകൂടി. ആളുകൾ എന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ളവരും അത് കച്ചവടം ചെയ്യാനുള്ള ആൾക്കാർ, ഒരുപാട് സാധാരണ
നാട്ടിലെ കച്ചവടക്കാരുണ്ടല്ലോ, റീറ്റെയിൽ കച്ചവടക്കാർ ഒരുമിച്ച് കൂടി. എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, ഇങ്ങനെ തന്നെ ഞങ്ങൾ എടുത്തോളാം, നിങ്ങൾ കൊണ്ടുവന്ന ഒട്ടക സംഘത്തിൽ നിന്ന് ഒട്ടകവും വണ്ടി ഒഴികെ ബാക്കി എല്ലാ സാധനവും ഇങ്ങനെ തന്നെ ഞങ്ങളിന്ന് റീലോഡ് ചെയ്തോളാം, നിങ്ങൾ ഇങ്ങോട്ട് തന്നാൽ മതി. അപ്പം എത്ര ലാഭം തരണം നിങ്ങൾ വാങ്ങിയതിനേക്കാൾ? അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് 10 ഇരട്ടി തരാം, ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റീറ്റെയിൽ കച്ചവടക്കാർ പറയാം, അത് നിങ്ങൾ ഈ സന്ദർഭത്തെ മുതലെടുക്കുക, അങ്ങനെയാണല്ലോ. സാധാരണ സാധനം വരാണ്ടക്കുമ്പോൾ വരുന്ന സാധനത്തിന് നമ്മളെന്ത് ചെയ്യും, നല്ലോണം വില കൂട്ടും. അതാണ് റീറ്റെയിൽ കച്ചവടക്കാർ പറഞ്ഞത്, നിങ്ങളത് മുതലെടുക്കുകയാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, എന്നോട് വില പറഞ്ഞിട്ടുണ്ട് 10 ഇരട്ടി തരാൻ, വാങ്ങിയേരും. അപ്പോൾ ആരാ പറഞ്ഞു വെച്ചു. അപ്പോൾ അദ്ദേഹം ഖുർആൻ്റെ ഒരു ആയത്ത് ഓതി കൊടുത്തു. ഇത്തരം സന്ദർഭങ്ങളിൽ കൊടുത്താൽ 10 അംസാൽ തരാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാ അപ്പോൾ ഓഫർ ചെയ്താരാ? അല്ല. 10 ഇരട്ടിക്ക് അപ്പം ഞാൻ വിറ്റത്. എന്താ ഇത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കാഫിലയിൽ വന്ന ഖുദ്ദാമുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടിലുള്ള മുഴുവൻ പാവപ്പെട്ട ആളുകളോടും പാത്രവുമായി വരാൻ. എല്ലാവർക്കും ആ വാഹനത്തിലുള്ള അളന്നങ്ങ് കൊടുത്തു. എല്ലാം തീർന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ 10 അംസാലിന് ഇപ്പം ഞാൻ വിറ്റു, 10 ഇരട്ടിക്ക് വിറ്റു. അതാണ് പിശുക്കില്ലായ്മ. നേരെ മറിച്ച് നമ്മളാണെങ്കിലോ, നമ്മളെ പേരിലേക്ക് ഇപ്പോൾ ഒരു പള്ളി കമ്മിറ്റിക്കാർ വന്നു, പിരിവിനെന്തിന്, എന്തേ പിരിവിന് വരുമ്പോൾ തന്നെ നമ്മളെന്ത് പറയും, അല്ല എൻ്റെ മോനെ വരുന്നുണ്ട് 3-4 എണ്ണം. അതുമല്ല നമ്മൾ അതിനോട് കൂടിയാണെങ്കിലോ, അപ്പം നമ്മൾ എന്തായാലും ഇത് കുറച്ച് കുടുങ്ങുന്ന പറയാം, 10 ഇരട്ടിക്ക് വിൽക്കുക എന്നല്ല, ആണോ, കുടുങ്ങിയെന്ന് പറയാം. അപ്പം നമ്മളെ പെണ്ണുങ്ങളെന്ത് പറയും, ഈമാനില്ലാത്ത നമ്മളെ പെണ്ണ്, നിങ്ങൾ അകത്തിരുന്നോളി, ഞാൻ പറഞ്ഞവളെ നിങ്ങളില്ലാന്ന്. എത്രയോ പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടാവും. വലിയ ദീനി പ്രവർത്തകന്മാരാണ്. അവിടെയാണ് നമ്മൾ മാരകമായ രോഗമാണ് പിശുക്ക് റസൂൽ പറയാൻ കാരണം. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള രോഗമാണ് പിശുക്ക് എന്ന് പറയാൻ റസൂൽ പറയാൻ കാരണം. അപ്പോൾ എന്നിട്ടോ അവർ വന്നു, അവർ പള്ളീൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലോ നമ്മളെന്ത് പറയും, നമ്മൾ അങ്ങോട്ട് നമ്മളുടെ എല്ലാ വിഷമഘട്ടങ്ങളും നമ്മളെ കച്ചവടത്തിൻ്റെ പോരായ്മകളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കച്ചവടത്തിന് ഡള്ളക്കോല അറിയിച്ചിട്ട് ഇതുവരെ എടുത്ത പിരിവ് മൂപ്പർക്ക് കൊടുക്കാനുള്ള കോലത്തിലാണ് പിന്നെ സംസാരിക്കുക. അങ്ങനെ കൊടുക്കേണ്ടി വരും, അക്കോലത്തിലാണ് മൂപ്പര് സംസാരിക്കുക. ലോറി അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, തോണി ഇവിടെ കിടക്കുന്നുണ്ട്, മൂപ്പര കച്ചവടം അതൊക്കെ കപ്പൽ അവിടെ കിടക്കുകയാണ്, ഭയങ്കര ടൈറ്റിലാണ് മൂപ്പര് പറയുക അല്ലേ. എന്നിട്ട് അവസാനം മൂപ്പര് എന്ത് പറയും, നിങ്ങളെല്ലാവരും വന്ന സ്ഥിതിക്ക് 5000 ഉറുപ്പ്യ ഇരിക്കോളി അല്ലേ. അങ്ങനെ നമ്മൾ പോയ ആൾക്കാർക്കോ 5000 അല്ലേ എഴുതി. നമ്മൾ പുറത്തിറക്കിയ മൂപ്പര് പെണ്ണുങ്ങളോട് എന്താ പറയുക, ഞാനൊരു 50 കൊടുക്കുന്നേ വിചാരിച്ചത്, 5 കഴിച്ചിട്ടായി. നേരത്തെ പറഞ്ഞതോ ഞാൻ 10 ഇരട്ടിക്കാണ് വിറ്റ്. ഇതാണ് യഥാർത്ഥ ഈമാനുള്ളവർ കേട്ടോ. അതിനൊക്കെ വിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിന് മാത്രം ഈമാൻ നമുക്ക് വേണം കേട്ടോ. അള്ളാഹു പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞാ അറിയോ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അല്ലാഹ് പറയാ, ഇത് സൂറത്ത് സഫിലെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടം അറിയിച്ചു തരട്ടെ. എന്താ കച്ചവടം? കച്ചവടത്തിൻ്റെ സാധാരണ നമ്മളൊരാൾ പറയാം, നിങ്ങൾക്കൊരു കച്ചവടം പറഞ്ഞു തരട്ടെ വെച്ചാൽ നിങ്ങളെന്ത് ചോദിക്കും? ആദ്യം ചോദിക്കണ്ട എന്താ കച്ചവടം അല്ലേ, അതിനെന്താ മുതൽ മുടക്ക് അല്ലേ ചോദിക്കുക. പക്ഷേ അല്ലാഹ് പറഞ്ഞതോ, തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, കിട്ടുന്ന ലാഭം ആദ്യം പറഞ്ഞു. കച്ചവടം പറഞ്ഞു തരട്ടെ ചോദിച്ച ഉടനെ തന്നെ പറഞ്ഞത് തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം. എന്നിട്ടാണ് മുതൽ മുടക്ക് പറയാൻ പോകുന്നത്. എന്താ മുതൽ മുടക്ക്? ആദ്യത്തെ മുതൽ മുടക്ക് തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുള്ള അചഞ്ചലമായ വിശ്വാസം. അതാണ് ഇപ്പോൾ നമ്മൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൽ കണ്ടത് ഉണ്ടോ. തുഅ്മിനൂന ബില്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തിലുള്ള വിശ്വാസം. പിന്നെ തുഅ്മിനൂന ബില്ലാഹി വറസൂലി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം. എവിടെ തിന്മകൾ നടമാടുന്നു അവിടെ നമ്മളുടെ ആദർശത്തിൻ്റെ വിളക്ക് കത്തിക്കുന്ന ആളുകളായി മാറും. തിന്മകൾ നടക്കുന്നത് എവിടെ നോക്കണ്ട, കുടുംബത്തിലാവാം, ഉപ്പയിൽ നിന്നാവാം, മക്കളിൽ നിന്നാവാം, അനുജനിൽ നിന്നാവാം, പെങ്ങളിൽ നിന്നാവാം, എവിടെ തിന്മകൾ നടക്കുന്നു അവിടെ ജിഹാദ്. അതാണ് കച്ചവടത്തിന് മുടക്ക്. സാധാരണ ഒരു കച്ചവടത്തിന് നമ്മൾ 2 10 ലക്ഷം 20 ലക്ഷം 1 കോടിയോ മുടക്കാൻ ഇത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മളൊന്നും മുടക്കി നോക്കി പുറേ പോയിട്ട്. അള്ളാഹുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടായ നമ്മളെ കുടുംബം എന്താ പറയുക, തനി പൊട്ടനാണ് അല്ലേ. അള്ളയും റസൂലിട്ട് നടക്കുക മൂപ്പര്. ഈ കാലത്തുണ്ടോ ഇങ്ങനത്തെ ആൾക്കാർ, പൊട്ടന്മാർ അല്ലേ, എന്താ പറയുക.
തുഅ്മിനൂന ബില്ലാഹി വറസൂലി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും, സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ്. അപ്പം തന്നെ നമ്മൾ പോകും. അംഫുസിക്കും, സ്വന്തം ശരീരം കൊണ്ടും. എത്ര ആളുകളാ സ്വന്തം ശരീരം കൊണ്ട് ജിഹാദ് നടത്തിയില്ലേ? അങ്ങനെയല്ല ഇപ്പം ഇസ്ലാം ഉണ്ടായത്. നമുക്കറിയാലോ. നിങ്ങളെന്താ പറഞ്ഞത്? മഹാനായ പ്രവാചകന്റെ സഹാബത്തെ തീ കൊണ്ട് ഇങ്ങനെ കത്തിക്കുക സ്വന്തം ശരീരം. ഖബ്ബാബ് റളിയല്ലാഹുവിനെ പോലുള്ള ആൾക്കാരെ ഉദ്ദിബ ബിൻ നാർന ചരിത്രം എഴുതിയത്. തീ കവചം, പന്തം സ്വന്തം ശരീരത്തിൽ വെച്ച് കെട്ടുക, എന്നിട്ട് കത്തിക്കുക. ശിക്ഷയാണ്. എന്താ കാരണം? ആ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് സൃഷ്ടാവ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ നിന്ന് കത്തുക. യാസർ കുടുംബം ഇങ്ങനെ കത്തുന്ന രംഗത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റസൂലുള്ളാഹിന്റെ ആദർശം സ്വീകരിച്ചതാണല്ലോ ഇപ്പം ഈ ശിക്ഷ അനുഭവിക്കാൻ കാരണം. അപ്പം മുത്തു റസൂൽ അവിടെ വന്നപ്പം ഇവരിങ്ങനെ കരിഞ്ഞ് കത്തിക്കരിയാണ്. ഭയങ്കര നിലവിളിയുണ്ട്. ആ നിലവിളിൻ്റെ ഇടയിൽ റസൂലുള്ളാഹിനെ ഇവർ കണ്ടു. അപ്പം ഇവർ റസൂലിനോട് ചോദിച്ചു, അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ, അള്ളാഹുവിനോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഇപ്പം നമ്മളൊക്കെ ചോദിക്കില്ലേ, പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി ദ്വാർക്കുന്നില്ലേ? ഇവിടെ നിന്ന് കത്തുക, മുഖാമുഖം റസൂലിന്റെ അടുത്തേക്കുന്നു, കത്തിപ്പടയുന്നു. ഓരോ ശരീരത്തിന്റെ അംശം എണ്ണയിലിട്ടിട്ട് പൊരിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അതാണ് തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും, സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീ കത്തുകയാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കുന്നു, അലാ തദ്ഉ ലനാ, ദുആ ചെയ്യുന്നില്ലേ റസൂലെ? അലാ തസ്തൻസിറു ലനാ, ഞങ്ങൾക്ക് സഹായത്തിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുന്നില്ലേ എന്ന് റസൂലുള്ളാഹിനോട്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞെന്താ, നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾ ഇതിലും വലിയ അപകടം, ഇതിലും വലിയ അപകടം എന്താ അനുഭവിച്ചിട്ടുണ്ട്. എന്താ ഇത്? കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ആളെ വെക്കും, എന്നിട്ടോ തീർച്ചവാള് കൊണ്ട് തല രണ്ടായി പിളരും, ശരീരം രണ്ടായി പിളർന്നുണ്ട്. എന്നിട്ടൊന്നും അവർ ആദർശത്തിന് പിന്മാറിയില്ല. അതുകൊണ്ട് ഇസ്ബിറു ആല യാസർ, യാസർ കുടുംബമേ ക്ഷമിച്ചാലും മൗഇദുക്കുമുൽ ജന്ന, സ്വർഗങ്ങൾക്കുള്ള. അതാണ് ഇസ്ലാം. അപ്പം സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും അൻഫുസിക്കും. അവരൊക്കെ കയറിയ സ്വർഗത്തിൽ നമ്മളെ കയറ്റിയാൽ അള്ളാഹു അനീതിയല്ലേ ചെയ്യുക? ഒരു നിസ്കാരം പോലും നേർക്ക് നിർവഹിക്കാൻ കഴിയാത്ത, ഒരു സക്കാത്ത് പോലും കൃത്യമായി കൊടുക്കാത്ത, ഒരു സദക്കന്റെ സന്ദർഭത്തിൽ പോലും ഒഴിഞ്ഞു മാറുന്ന പിഷ്കന്മാർ, അല്ലേ? പിഷ്കന്മാർ. എന്നാലോ പിശാചിനെ സന്തോഷിപ്പിക്കുന്ന എല്ലാ ദുർവ്യവും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? എത്ര കോടി ഉറുപ്പ്യാണ് ഓരോരുത്തർ കല്യാണത്തിന് വേണ്ടി ചെലവാക്കുന്നത്, അല്ലേ? വല്ല കയ്യും കണക്കുണ്ടോ? സ്വർണത്തിന് എത്ര വില കൂടിയാലും സ്വർണ്ണം ഇല്ലാണ്ട് പറ്റില്ല. സ്വർണം ഏറ്റവും വലിയ സമ്പാദിക്കാൻ പറ്റാവുന്ന മുതലാന്നാ പറയുന്നത്. പക്ഷെ അതൊക്കെ എന്തിനുള്ള നരകത്തിൽ കത്തിക്കാനുള്ള, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളുടെ അഹങ്കാരവും പൊങ്ങച്ചവും പിശുക്കും എല്ലാം കൂടി മനസ്സിൻ്റെ അകത്തുള്ള ഒരുപാട് ദുസ്വഭാവങ്ങളും എല്ലാം കൂടിയിട്ടാണ് നമ്മളെ മയ്യത്ത് കഫൻ ചെയ്യുമ്പം കഫൻ ചെയ്യുക. അള്ളാഹു കാക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ അത്രമാത്രം അള്ളാഹു വെറുക്കുന്ന ഒരുപാട് ദുസ്വഭാവങ്ങളുള്ളവരാണ്. അതുകൊണ്ടാണ് ഈമാനും പിശുക്കും അതോടൊപ്പം ദുസ്വഭാവവും ഒരുമിച്ച് ചേരൂല. മൂമിൻ്റെ ശരീരത്തിൽ ഇത് രണ്ടും ചേരൂല. പിശുക്കും ചേരൂല, എന്നാ ദുർവ്യം ചെയ്യോ അതുമില്ല. ദുർവ്യയോ ഖുർആൻ പറഞ്ഞാ ഇന്നൽ മുബദീന ഖാനു ഇഖ്വാന ശയാത്തിൻ, പിശാചിന്റെ സഹോദരന്മാർക്ക് മാത്രമേ ദുർവ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആവശ്യത്തിന് ചിലവാക്കണം കേട്ടോ. പിന്നെ അല്ലാഹ് എന്താ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞു, നമ്മളുടെ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യണം. എന്നിട്ട് പറഞ്ഞിട്ടല്ല പറയാ, ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ അതാണ് ഉത്തമം. ഏത്? എന്തൊക്കെ ഉത്തമം പറഞ്ഞു? ഇപ്പോൾ അള്ളാഹുള്ള അചഞ്ചലമായ വിശ്വാസം, പ്രവാചകനിലുള്ള അചഞ്ചലമായ വിശ്വാസം, സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, ഇതാണ് നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ ഉത്തമം. നിങ്ങളെ അന്തിമ യാത്രക്ക്. മറ്റൊക്കെ ശാശ്വതമല്ല. എത്ര കാലം ജീവിക്കും? ഇവിടെ കുറിപ്പിട്ടൊരു സമയം അവിടെ ജീവിതം, അല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിച്ച് പോണ്ടേ? അപ്പോഴോ ഒന്നുമില്ലാണ്ടല്ലേ പോവുക? ഒന്നും ഉണ്ടാവില്ല. ചിലർ പറയും ലക്ഷക്കണക്കിന് ആളുകൾ ദ്വാ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ദ്വാ ചെയ്ത് അള്ളാഹ്ക്കെന്താ പേടിയാവോ?
അമലില്ലാണ്ട് ഒരാളുടെ കയ്യിൽ അമലില്ലാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ദുആ ചെയ്താൽ കഴിച്ചിലാവുമോ? ഇല്ലട്ടോ, കഴിച്ചിലാവില്ല. ചിലവർ പറയും മക്കത്താണ് മരിച്ചത്. മക്കത്ത് തന്നെ അബൂജാഹിൽ മരിച്ചത് പുതിയറയാണ്. ഏത് സ്ഥലത്തൊന്നും മരിച്ചുകൊള്ളൊരു പ്രാധാന്യമില്ല, എന്ത് കയ്യിലുണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക നാളെ പരലോകത്തേക്ക് പോണതിൻ്റെ മുമ്പേ. അപ്പം അല്ല എന്താ പറഞ്ഞത്? പിശുക്കണ്ട. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ, അല്ല തന്ന സമ്പത്തിൽ പിശുക്ക് കാണിക്കുന്നത് ഉത്തമമാണ്, നിങ്ങൾ ഖൈറാന്ന് വിചാരിക്കേണ്ട. ബൽ ഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്ക് അപകടമാണ്. എന്താ അപകടം? സയുത്തവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, നിങ്ങൾ പിശുക്ക് കാണിച്ച നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, അത് അല്ലാഹു നരകത്തിൽ തീ കൊണ്ട് ആഭരണം ഉണ്ടാക്കി കഴുത്തിലണിയിക്കും. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പണം ചെലവഴിക്കാതെ പണം കെട്ടിപ്പൂട്ടി വെച്ചവനെ നാളെ പരലോകത്ത് ശിക്ഷിക്കുന്ന രൂപ. ഓൻ്റെ സമ്പത്ത് നരകാഗ്നിയായി മാറും. ആ അഗ്നി അല്ലാഹു അവൻ്റെ കഴുത്തിൽ ഖണ്ഡാഭരണമായി അണിയിക്കും കേട്ടോ. എന്നിട്ടല്ല പറയാം, നിങ്ങളെ സ്വത്താണ് ഇതൊന്നൊന്നും വിചാരിക്കേണ്ട, ഇതൊക്കെ അല്ലാൻ്റെതാ. വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ അനന്തരാവകാശം അല്ലാഹുള്ളതാ. നിങ്ങളൊക്കെ ഇട്ടേച്ച് പോകുമ്പോൾ അല്ലാഹുള്ളത്. ആദ്യം നിങ്ങളെ മക്കളെ മക്കൾക്ക് അങ്ങനെ തലമുറ കഴിഞ്ഞ് ലോകം അവസാനിക്കുമ്പോൾ വീണ്ടും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അന്തരാവകാശിയാരായും അല്ലാഹു. അതാണ് വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്. എന്നിട്ടത് പറയാം, വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനവും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കോപം, പക, വിദ്വേഷം, വൈരാഗ്യം, പിണക്കം, അസൂയ തുടങ്ങുന്ന നിരവധി അമ്രാലുൻ നുഫൂസ്, നെഫ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വളരെ നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ ശ്രമിക്കുക. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് അടുത്ത് കൊണ്ട് സമയത്ത് മരിച്ചു പിരിയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടി ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പ്രത്യേകമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, രണ്ട് കാര്യം മനുഷ്യന്മാർക്ക് ഭയങ്കര അഹങ്കാരം വരും. ഒന്ന് സമ്പത്ത്, മറ്റൊന്ന് നല്ല കഴിവുറ്റ മക്കൾ. അതൊക്കെ എപ്പോഴും അറിയോ? പ്രായം നമുക്കും യൗവനമുള്ളപ്പം നമ്മളെ മക്കളും നമ്മളെ കയ്യിലുള്ള മുതലും നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനല്ല നമ്മളെ സഹായിക്കുക, നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കേണ്ടി, പൈസയും നല്ല ആരോഗ്യമുള്ള മക്കളൊക്കെ ഉള്ള മാതാപിതാക്കളെ വാക്കും നടത്തും നോട്ടും ശ്രദ്ധയും ഒക്കെ നോക്കേണ്ടി എല്ലാം പിശാചിനോടായിരിക്കും അനുബന്ധം, അള്ളാഹിനോടല്ല. അതുകൊണ്ട് അള്ളാഹ് വിളിച്ചു പറയാ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തുൽഹീക്കും, നിങ്ങൾ അശ്രദ്ധരായി പോകരുത്, അംവാലക്കും, നിങ്ങളുടെ കയ്യിലുള്ള പണം കണ്ടിട്ട്, വലാ ഔലാദക്കും, നിങ്ങളുടെ മക്കളെ കണ്ടിട്ട് നിങ്ങൾ അശ്രദ്ധരാകരുത്. മക്കളൊക്കെ കുറച്ച് പൈസയും ശമ്പളമൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോഴേക്കും നമ്മളെ മുഖവും സംസാരവും ജീവിത രീതിയും ഒക്കെ ടോട്ടലി മാറും, ഇല്ലേ? അത് മാറണ്ടെന്നല്ല. എന്താ പറഞ്ഞത്? യാ അയ്യുഹൽ ആമനു ലാ തുൽഹീക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അങ്ങനെ ആക്കിയാലോ, വമൻ യഫ്അൽ ദാലിക, ആ നിലക്ക് ആർക്കെങ്കിലും അശ്രദ്ധ ബാധിച്ചാലോ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, രണ്ട് ലോകവും നഷ്ടപ്പെട്ടവരാ, പിന്നെ രണ്ടുമില്ല. ഇവിടെ നഷ്ടങ്ങൾക്ക് എപ്പോഴാണ് കാണുക? മക്കളും മുതലുകളുടെയും പേരിൽ അഹങ്കരിച്ച ആൾക്ക് അള്ളാഹു നുനക്കിസു ഫിൽ ഉംർ, പ്രായത്തിൽ അള്ളാഹു കോലം കെടുത്തിക്കളും. ഇപ്പം കാണാൻ നിങ്ങളുടെ നോക്കുമ്പോൾ ഒരേമായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു 70 വയസ്സാകുമ്പോഴേക്കും നിങ്ങളെ കോലം അള്ളാഹു കെടുത്തു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മളതിൻ്റെ മുമ്പ് നമ്മളെ മക്കളെ കൊണ്ട് അഭിമാനം പൂണ്ടവരാണ്, ഇസ്സത്ത് നടിച്ചവരാണ്, അല്ലേ? കയ്യിൽ ഇത്രയും തോന്നെ പൈസ ഉണ്ട് വിചാരിച്ചവരാണ്. ഇപ്പം പൈസ ചെലവാക്കാൻ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവാക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണത്. കയ്യിൽ പൈസ ഉണ്ട്, പക്ഷേ മക്കൾ പറഞ്ഞു എന്തിനാത്, ഏതായാലും മരിക്കും, ഇനിയിപ്പോൾ ഇത്രയും തോന്നെ പൈസയൊന്നും ബില്ലടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണ്ട. ഓർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോഴാ മനസ്സിലാകുക അള്ളാഹ് വെറുതെ പറഞ്ഞല്ലത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാ പറഞ്ഞു, വിശ്വസിച്ചവരെ, ലാ തുൽഹീക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ മക്കളും മുതലും
നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. എന്തിൽ നിന്ന്? ദിക്റില്ല, അള്ളാഹിൻ്റെ നിയമത്തെ തൊട്ട്. അള്ളാഹിൻ്റെ നിയമം പാലിക്കുന്നിടത്ത് മക്കളും മുതലും അശ്രദ്ധരാവണ്ട. ഒമൻ യഫൽ ദാലിക, അങ്ങനെ ആർക്ക് ഉണ്ടായാലോ ഫൗലായിക ഹുമുൽ ഖാസിറൂൻ, രണ്ട് ലോകവും നഷ്ടപ്പെടും. ഇഹലോകവും നഷ്ടപ്പെടും. ഇഹലോകത്ത് നല്ല കാണിച്ചു തരും. അങ്ങനെ കാണിക്കുന്ന എത്ര പിതാക്കളുടെ ഇവിടെ അറിയോ? മക്കളൊക്കെ നല്ല ഉന്നത ദർജയിലാണ്. പാപ്പിമ്മയോ എൻ്റെ റബ്ബേ ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേ? അതൊക്കെ എപ്പോഴാണ് ഉണ്ടാകുക? ആ മക്കളുടെ പേരിൽ നിങ്ങൾ അലങ്കരിക്കേണ്ട. അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഇത് രണ്ടും പരീക്ഷണമാണ് അല്ലേ? അല്ല എന്താ പറഞ്ഞത്? രണ്ടും പരീക്ഷണമാണ്. അങ്ങനെ മക്കളും ഇന്നമൽ അംവാലു വൽ ഔലാദു ഫിത്ന, രണ്ടും പരീക്ഷണം. ആ പരീക്ഷയിൽ പാസ്സായ കഴിച്ചിലായി. പാസ്സാക്കാൻ വലിയ പണിയാണ്. കാരണം പൈസയുണ്ട്, പ്രാപ്തരായ കഴിവുള്ള ആരോഗ്യമുള്ള മക്കളും ഉണ്ടായാൽ സ്വാഭാവികമായും മാതാപിതാക്കളുടെ മുഖവും ഭാവവും നടത്തും രൂപവും ജീവിത രീതിയും ഒക്കെ മാറൂലേ? മാറിയിട്ടില്ലേ? നമ്മളൊക്കെ മാറിയോല. പിന്നെയാണ് നമുക്ക് മനസ്സിലാകുക ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അപകടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് അറിയോ? അതിന് വിളിച്ചിട്ട് എന്താ പറഞ്ഞു അറിയുന്നുണ്ട്? അംഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅ്തിയ അഹദകുൽ മൗത്ത്. പിശുക്കനായ ആള് അവസാനം വരെ ഒന്നും കൊടുക്കൂല കേട്ടോ. എന്നാലോ അവൻ്റെ അവസാനത്തെ ശ്വാസം അങ്ങനെ ചക്രശ്വാസം വലിക്കില്ല. സക്കറാത്തുൽ മൗത്തിൻ്റെ രംഗമുണ്ട്. ആ സമയത്ത് മക്കളെല്ലാവരും കൂടിക്കുണ്ടാവും. അന്നനാളത്തിൽ നിന്ന് ഹോർ ഹോർ എന്നുള്ള ശബ്ദം വരുന്നുണ്ടാവും. മർമ്മര ശബ്ദം എന്നാ പറയുക റസൂലുള്ള പറഞ്ഞ്. ആ മർമ്മര ശബ്ദം വരുമ്പോൾ മക്കളൊക്കെ ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം എമ്മ എന്തേ പറയോ, ഒസിയത്ത് പറയോ, നമുക്ക് എന്തേ കിട്ടാൻ വല്ല വയ്യുണ്ടോ? അപ്പോൾ ഓല നോട്ടതാ. അപ്പോഴാണ് അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നത് ഫയഖൂൽ. അപ്പം ഈ മരിക്കാൻ പോകുന്ന വ്യക്തി പറയും റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, പഠിച്ചോനെ ഒരു ചെറിയ സമയം മാത്രം എനിക്ക് ഭൂമിയിലേക്ക് എനിക്ക് തരണം, ജീവിക്കാൻ അനുമതി തരണം. മരിക്കണ്ട, ഒരു ചെറിയ സമയം മതി, കൂടുതലും വേണ്ട. ഇലാ അജലിൻ ഖരീബ്. എന്നാലോ ഞാൻ ധർമ്മിഷ്ഠനായി നീ പറയുന്നത് പോലെ അള്ളാഹുവെ ജീവിച്ചോളാം. ഒരു സെക്കൻഡ് മതി, കൂടുതലും വേണ്ട. തരുമോ? അള്ളാഹ് പറയാ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിയാൽ ലൻ യുഅഖിറ, ഒരു സെക്കൻഡ് പോലും മാറ്റൂല. നിങ്ങൾ എവിടെ കൊണ്ടുവരികയില്ല. ഏത് ഉന്നതനായ ഡോക്ടറായാലും ഡോക്ടർ മരിക്കും. ഡോക്ടർ മയ്യത്തോടുണ്ടെന്ന് കാണില്ലേ? എത്ര ഡോക്ടർമാരെ കൊണ്ടുവന്നത്? ഡോക്ടർ ആയതുകൊണ്ട് മരിക്കാണ്ടൊക്കാനല്ല അയാൾ രോഗത്തിന് ചികിത്സിക്കാനാണ് പഠിച്ചത്. അല്ല മരിക്കാണ്ടൊക്കാൻ അയാൾ പഠിച്ചില്ല. ആരെയും മരിക്കാണ്ടൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല. അത് ടൈമായാൽ അള്ളാഹു ഒരു സെക്കൻഡ് മാറ്റൂല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മരണം വരെ നിങ്ങൾ എന്താ പ്രവർത്തിച്ചതെന്ന് അള്ളാഹ്ക്ക് സൂക്ഷ്മമായി അറിയാം. എന്ത് പറഞ്ഞാലും സമ്മതിക്കൂല. നിങ്ങൾ കണ്ടില്ലേ എത്ര ആളാ മരിക്കുന്നത്? ആ ഹോസ്പിറ്റലിലൊക്കെ തന്നെ പോയി നിന്നാൽ കാണാം. ഏത് ഡോക്ടർമാരൊക്കെ നിരന്തരം കാണാറുണ്ട് എന്ത് ആളുകൾ മരിക്കുന്നത്. ഇന്ന് ഡോക്ടർമാർ നന്നാവുണ്ടോ? ഇല്ല. ഡോക്ടർമാർ നന്നാവോ? നന്നാവത്തോല കൂടുതൽ. ഓരെന്താ പറയുന്നത്? ഇവിടെ അറവുശാലയിൽ എത്ര മൂരിനെ കൊണ്ടിരുന്നു അവിടെ കൊണ്ട് അറക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ ജീവൻ പോകുന്നത് കണ്ടാൽ ആരെയും അറുപേര് നന്നാലുണ്ടോന്ന്. അത്രയുള്ളൂ ഡോക്ടർമാർക്ക്. ഈമാൻ ഇല്ലാഞ്ഞിട്ടോ. ഈമാൻ ഉണ്ടെങ്കിലോ ഓരോ മരണവും അള്ളാഹുവിലേക്ക് അദ്ദേഹം അടുക്കാനുള്ള ഒരുപാട് അവസരം ഉണ്ടാവും. നമ്മളിങ്ങനെ തൊണ്ടക്ക് റൂഹ് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കളിക്കുമ്പോഴേ എല്ലാവരും കാത്തു നിൽക്കുന്നു. പലരും കെലിമ ചൊല്ലി തരുന്നു, ഓർമ്മിപ്പിക്കുന്നു അല്ലേ? ആ രംഗമൊക്കെ നമ്മളെ ജീവിതത്തിൽ ഇനി കഴിയണ്ടേ? ഇപ്പം കയ്യാണ്ട കുത്തിരിക്കുക നമ്മൾ. പക്ഷെ ഏത് നിമിഷവും നമ്മളെ നേരെ അത് വരുമെന്നുള്ള ഓർമ്മയോടുകൂടി അള്ളാഹു വെറുക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന മയ്യത്തായി പോകാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹവും തൗഫീക്കും നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ധനം ചെലവഴിച്ച് ദുർവ്യയം ചെയ്യാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ധനം ചെലവഴിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ സാധിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മൗഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കിട്ടുന്ന ദീർഘായുസ് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ.
കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.